മാർക്ക് ചെയ്തു വെച്ചോ, ഒക്ടോബർ 3 ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമായി മാറാൻ പോവുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 3 ഇന്ത്യ വേഴ്സസ് ബ്രസീൽ ഫ്രണ്ട്ലി മാച്ച് കൺഫേം ആയിരിക്കുന്നു. ബ്രസീൽ തൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. കൊളാബ് വിത്ത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ പേജുമായി കൺഫർമേഷൻ വന്നിരിക്കുന്നു. എതിരാളികൾ നമ്മുടെ സ്വന്തം ഇന്ത്യ. എ ഫ്രണ്ട്ലി മാച്ച് ഒക്ടോബർ 3 എന്ന കൺഫർമേഷൻ അയക്കുന്നു. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കൊൽക്കത്തയിൽ വെച്ച് എന്താ പറയുക, റൊമാൻറ്റിഫിക്കേഷൻ. ഇത് കേട്ടുടൻ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുകയാണ്. ഇപ്പം തന്നെ ന്യൂസ് ഒഫീഷ്യലായി വന്നിട്ടുള്ളൂ. നമ്മളേറെ കാത്തിരുന്നാണ് ഒരുപാട്. നമ്മൾ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും മറ്റ് ടീമുകൾക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്നു, കട്ടൗട്ട് വയ്ക്കുന്നു, കൊടി ഉയർത്തുന്നു. അവരെല്ലാം ഇതാ സ്വന്തം രാജ്യമായ ഇന്ത്യക്ക് വേണ്ടി കൊടി ഉയർത്താനും നമ്മുടെ ഫുട്ബോളിനുള്ള പാഷൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനും ഒരു സുവർണ അവസരം. സാക്ഷാൽ കാർലോ ആഞ്ചലോട്ടിയും സംഘവും ഇന്ത്യയിലേക്ക് ഫ്രണ്ട്ലി കളിക്കാൻ വരുന്നു. ഓസ്ട്രേലിയക്ക് ഇപ്പോൾ കളിക്കാൻ പോകുന്ന അതേ സ്കോഡുമായാണ് വരുന്നത്. ഒക്ടോബർ 3 മത്സരം. എക്സൈറ്റഡ്, സോ എക്സൈറ്റഡ്. ബ്രസീൽ നാഷണൽ ടീം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്വീകരണം തന്നെ നമ്മൾ ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോളേഴ്സിന് സുവർണ അവസരം. ബ്രസീൽ പോലത്തെ ഒരു ടോപ്പ് ടീം, നമുക്കറിയാം 5 ലോക കിരീടമുള്ള ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരാണ് ബ്രസീൽ. അവരുടെ കൂടെ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന് അത് നൽകുന്ന ഒരു ബൂസ്റ്റ് വേറെ ലെവലായിരിക്കും. ഖാലിദ് ജമീലും സംഘവും ഈ അവസരം മുതലാക്കണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ബ്രസീലിന് മുന്നിൽ തലകുനിക്കാനുള്ളതല്ല, ഇന്ത്യയെ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ നേരിടണം. നമ്മൾ മേ ബി തോറ്റുപോയേക്കാം, പക്ഷേ ആ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അതൊരു എക്സ്പീരിയൻസ് ആക്കി എടുക്കാനും പറ്റുന്ന ഒരു അവസരമായി ഇത് കാണണം. പക്ഷേ നമ്മളൊരു പക്ഷെ ജയിച്ചാൽ അതൊരു ചരിത്രമാവും. ബ്രസീൽ എന്തായാലും ഇന്ത്യയിലേക്ക് വരുന്നത് അവർക്കറിയാം ഇന്ത്യയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആരാധക പിന്തുണ. അതിനൊരു നന്ദിയും കൂടിയായിട്ടാണ് അവർ എന്തായാലും ഫ്രണ്ട്ലി കളിക്കാൻ വരുന്നത്. നമ്മളത് യൂസ് ചെയ്യണം. ശരിക്കും കൊൽക്കത്തയിലാണ് നമ്മുടെ ഇന്ത്യൻ പതാകയും ഇന്ത്യൻ ജേഴ്സിയും എല്ലാമായി നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തണം. നമ്മുടെ പവർ എന്താണെന്ന് ബ്രസീലുകാർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഈ ഒരു സുവർണാവസരം ഒരിക്കലും ഇനി നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം 1 ലക്ഷത്തിനടുക്ക് കാണികൾക്ക് കളി കാണാനുള്ള അവസരം ഉണ്ടായിരിക്കും. പക്ഷേ റോഡ് ഷോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം വരുന്നത് സാക്ഷാൽ കാർലോ ആഞ്ചലോട്ടിയും ബ്രസീലുമാണ്. മറ്റേത് ടീം വരുന്നതിനേക്കാളും ഒരു പ്രത്യേക ഫാൻ ബേസ് ഇന്ത്യയിൽ ബ്രസീലിനുണ്ട്. അർജന്റീനയ്ക്കുള്ള അതേ ഫാൻ ബേസ് ബ്രസീലിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒക്ടോബർ 3 ആവാൻ നമ്മളേറെ കാത്തിരിക്കുന്നു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ദ മാച്ച് ഈസ് ഒഫീഷ്യലി കൺഫേംഡ്. ഇന്ത്യ വേഴ്സസ് ബ്രസീൽ.